നമ്മളെ വിട്ട് പിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയ വിശുദ്ധന്മാരുടെ ശുശ്രൂഷകളെക്കുറിച്ച് നമുക്കൊരു അറിവ് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ പത്രോസ് അപ്പോസ്തലനെ കൂടെ നോക്കാം. 2 പത്രോസ് 1:12 മുതൽ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഏകദേശം മരണ ദിവസത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാട് കർത്താവ് തന്നു. അങ്ങനെയല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വെളിപ്പാട് കിട്ടിയാൽ അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ കിട്ടിയ വിശുദ്ധന്മാരെ എനിക്കറിയാം. അങ്ങനെ ഒന്നും കിട്ടാതെ കിടന്ന് പരാക്രമം അടിച്ച് പോകുന്ന ഒത്തിരി പേരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃത്യമായ ഇൻഫർമേഷനോടുകൂടെ പോയ ഒത്തിരി പേരെയും, ഒത്തിരിയില്ല, കുറച്ച് പേരെ അറിയാം. തിരുവല്ലായിൽ ഒരു ചാക്കോച്ചൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല വാർദ്ധക്യത്തിൽ 90കളിൽ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ചിൻ്റെ അപ്പോഴത്തെ ലീഡറെ വിളിച്ചു. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ ചെന്നു. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പോയി. അദ്ദേഹം വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് ഫോൺ ചെന്നു. അപ്പച്ചൻ സ്വർഗത്തിൽ പോയി. അങ്ങനെ ഉള്ള വിശുദ്ധന്മാർ ധാരാളമുണ്ട്. ദൂതസംഘമാകവേ എന്ന പാട്ടെഴുതിയ ഭക്തനെ കുറിച്ച് യൂട്യൂബിൽ ഇപ്പോൾ വരുന്നുണ്ട്. ദൂതസംഘമാകവേ നടിച്ചാൽ മതി. ആ പാട്ടെഴുതിയ ഭക്തന്റെ സഹോദരനും ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ജ്യേഷ്ഠനെ കാണാനായിട്ട് മരണക്കിടക്കയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം കട്ടിലിൻ്റെ ഒരു സൈഡിലോട്ട് മാറിക്കിടക്കുന്നു. പനിയൻ പറഞ്ഞു, ചേട്ടാ ഇത്രേ അരി പോയി കിടക്കുന്ന എന്താ? നിനക്കൊന്നും കാണാൻ മേലടാ, ദൂതന്മാർ വന്നിരിക്കുക എന്നെ എതിരേൽക്കാൻ. അത് കേട്ടുകൊണ്ട് ഈ അനുജൻ എഴുതിയ പാട്ടാണ് ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. അത് കേൾക്കുമ്പോൾ കൊതിയാവും. ഇങ്ങനെയാണെങ്കിൽ മരണം, സ്വർഗം, ഇതൊക്കെ എത്ര സുന്ദരമാണ്. അപ്പൊ പത്രോസിന് അറിവ് കിട്ടി. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ, സമയം പെട്ടെന്ന് തീരും. ഈ കൂടാരത്തിൽ ഇരിക്കുമ്പം നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് എനിക്കുണ്ട്. നിങ്ങളത് എൻ്റെ മരണത്തിന് ശേഷം എപ്പോഴും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് അറിയിച്ചോളാം എന്നല്ലേ പറയുന്നേ? അല്ല, ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എൻ്റെ മരണശേഷവും നിങ്ങൾ ഓർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ പത്രോസിനും മനസ്സിലായി, ശുശ്രൂഷകൾ മരണം കൊണ്ട് തീരുന്നു. ശുശ്രൂഷകൾ മരണശേഷം തുടരുകയില്ല. നമ്മള് മരിച്ചാലും സൗകര്യം കൊടുക്കുകയില്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരാശ്വാസം കിട്ടുമെങ്കിൽ പറഞ്ഞു. പക്ഷേ നമ്മളെപ്പോഴും സത്യം അറിയണം. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. അപ്പോൾ ദൈവവചന വിരുദ്ധമായ ഉപദേശത്തിൽ നിന്ന്
പുറത്തു വരണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പൊ ഈ മരിച്ചുപോയ വിശുദ്ധന്മാർ എന്നെ എടുക്കുക അല്ലേ? അത് നമുക്ക് പരിശോധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.